അടിപൊളി ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കട്ടാ, ഒരു ഒരു ടാൻജന്റിന്റെ ലെങ്ത് ഇതാ ഈ പറയുന്ന എ മുതൽ പി വരെയുള്ള ലെങ്ത് എക്സ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എ ആർ എത്ര? എ ആറും എക്സ് അല്ലേ? ഇനി ഞാൻ കാര്യം ചോദിക്കട്ടെ, എടാ ഇത് മൊത്തം 6, അതിൽ ഇത് എക്സ്, അപ്പൊ ഈ സൈഡ് എന്തായിരിക്കടാ? ദാറ്റ് സിമ്പിൾ. മൊത്തം 6 ആണ്, അതിൽ നിന്ന് എക്സ് പോയി കഴിഞ്ഞാൽ ബാക്കി 6 - x അല്ലേ ഇവിടെ ഉണ്ടാവുക. ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും പിയിലേക്ക് 6 - x ആണെങ്കിൽ ബിയിൽ നിന്നും ക്യൂയിലേക്കുള്ളത് എന്തായിരിക്കടാ? 6 - x ആയിരിക്കും. കുഴപ്പമില്ലല്ലോ. യെസ്, ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ബി ക്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ബി ക്യൂ കണ്ടുപിടിച്ചു. ബി ക്യൂ ഈസ് ഈക്വൽ ടു 6 - x. കുഴപ്പമില്ലല്ലോ. അടുത്ത് ഞാൻ ചോദിക്കട്ടെ, ഇതാ ഈ പറയുന്ന മൊത്തമായിട്ടുള്ള എ സി എന്ന് പറയുന്ന ലെങ്ത് 5 ആണ്. അതിൽ ഇവിടെ എക്സ് പോയാൽ ബാക്കി ഉണ്ടാവുന്ന ഇവിടെ ആർ സി എന്തായിരിക്കടാ? യെസ്, ഇറ്റ് ഈസ് സിമ്പിൾ. 5 - x. ഓക്കെ അല്ലേ? എടാ അവിടെ 5 - x ആണ്, ഇപ്പുറത്തും 5 - x ആയിരിക്കൂലേ? യെസ്, നമ്മളോട് ചോദിച്ചത് സി ആർ ആണ്. സി ആർ ഈസ് ഈക്വൽ ടു എന്താണ്? 5 - x എന്നും കിട്ടി. ഇനി ഞാൻ ബി ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ബി ക്വസ്റ്റ്യനിൽ എ പിയുടെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എ പിയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? എക്സിന് ഈക്വൽ ആണ്. ഈക്വൽ ആണ്, എക്സിന് ഈക്വൽ ആണ്. സോ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കട്ടെ മക്കളെ, ഇത് മൊത്തമായിട്ട് എന്താ? സി ബി. ഈ സി ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 5 - x പ്ലസ് 6 - x ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. കാരണം ആ ലെങ്ത് മൊത്തമായിട്ട് 4 ആണ്. ഇനി നോക്കിയേ, 5ഉം 6ഉം കൂടി കൂട്ടിയാൽ 11, -xഉം -6ഉം കൂടി കൂട്ടിയാൽ -2x. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഈ 2xനെയും ഈ 4നെയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ഓഫർ നടത്തുക. അപ്പൊ എന്താ വരിക? 11 - 4 ഈസ് ഈക്വൽ ടു 2x. അതായത് 2x ഈസ് ഈക്വൽ ടു 11 4 കുറച്ചാൽ 7 ആണ്. ഓക്കെ അല്ലേ? ആ ഇൻറ്റു 2നെ ഈക്വലിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എക്സ് ഈസ് ഈക്വൽ ടു 7/2 ആൻഡ് ആൻസർ ഈസ് 3.5. അതായത് നമ്മുടെ എക്സ് എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്രയാണ്? 3.5 ആണ്. അങ്ങനെയാണെങ്കിൽ എ പിയുടെ ലെങ്ത് എത്ര ആയിരിക്കടാ? 3.5. സെറ്റ് അല്ലേ?